വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദീർഘമായി സംസാരിക്കാൻ നിങ്ങളാരും ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ സ്ത്രീപക്ഷ വിമർശനമാണ് ഇവിടെ ഡോക്ടർ MS ശ്രീകല അവതരിപ്പിച്ചത്. ഒന്നാമത്തെ വിമർശനം എൻ്റെ ജീവിത പങ്കാളി ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള CK റംലെ ആയിരുന്നു അവതരിപ്പിച്ചത്. അത് ഞാൻ മറ്റൊരു വേദിയിൽ പറഞ്ഞതുമാണ്. ഇത് വായിച്ച് ശേഷം ഉണിത്തിരി മാഷുടെ ആത്മകഥയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബത്തിലേക്ക് കടന്നു വന്നത്, പിന്നീട് പ്രസവം നടന്നത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുടുംബപരമായ കാര്യങ്ങളൊന്നും ഇതിലില്ല എന്ന വിമർശനമായിരുന്നു എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഏതാണ്ട് തമാശ മട്ടിൽ വീട്ടിൽ എല്ലാവരും കേൾക്കെ പറഞ്ഞിരുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ശ്രീകല നടത്തിയ വിമർശനവും സ്ത്രീകൾ പൊതുവെ ഇതിൽ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് 2 പെൺമക്കൾ ഉണ്ടാവുകയും അതിലൊരാൾ ഇതിൽ കടന്നു വരികയും കഥാപാത്രമാവുകയും മറ്റൊരാൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു ഉത്തരമാണ്. കാരണം ഈ പുസ്തകം തികച്ചും എൻ്റെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾ പോലെ യാദൃച്ഛികമായി സംഭവിച്ച ഒരാവിഷ്കാരമാണ്. ആ സന്ദർഭത്തിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം. കാരണം പേരുമായി ബന്ധപ്പെട്ട ചില പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുകയും അതിൻ്റെ ആമുഖ ലേഖനത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാനില്ലാതെ ഒരു ആത്മകഥ എഴുതാൻ എളുപ്പമല്ലല്ലോ. അത് PK പാറക്കടവിൻ്റെ ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും, അതേസമയം എനിക്ക് അല്ല ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഞാൻ അതിൽ ആമുഖ ലേഖനത്തിൽ തന്നെ, ആദ്യത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിലുടനീളം ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന, പൊതുബോധത്തിൽ നിൽക്കുന്ന നമ്മുടെ അന്ധബിന്ദുക്കളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിപരമായി ഞാൻ മാത്രമായിരിക്കില്ല, മറ്റ് പലരും ആത്മകഥകൾ എഴുതാത്ത ഒട്ടനവധി മനുഷ്യർ പല രീതിയിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഇത് കടന്നു പോവുകയും നാളെ നമ്മളെ തന്നെ തിരുത്താൻ ഇത് കാരണമാവുകയും ചെയ്തേക്കുമെന്ന ഒരു ബോധം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു തോന്നൽ, അതാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൻ്റെ രചനയിലുടനീളം പ്രവർത്തിച്ചത്. അപ്പോൾ സ്ത്രീകളെ ബോധപൂർവം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എൻ്റെ തന്നെ രണ്ടാമത്തെ മകളെ ബോധപൂർവം ഒഴിവാക്കുകയോ ചെയ്തതല്ല. തീർച്ചയായും അത് വിമർശിക്കണം. ഇതിനേക്കാൾ ഉപരിയായി ഷാജഹാൻ മാടമ്പാട്ട്, അദ്ദേഹം വളരെ സ്കോളർഷിപ്പുള്ള, വിവിധ ഭാഷകൾ അറിയാവുന്ന പണ്ഡിതനായ ഒരു എഴുത്തുകാരനാണ്. ഇംഗ്ലീഷും മലയാളത്തിലും ധാരാളം എഴുതുന്ന, ഔട്ട്ലുക്കിൽ പതിവായി പങ്ക്തി എഴുതുന്ന അദ്ദേഹം ഒരു വേദിയിൽ ഇതിൽ ആത്മാംശം കുറവാണ് എന്ന ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഭാഗികമായെങ്കിലും അറിയുന്ന ഒരാളെന്ന നിലയിൽ, പലതവണ സംസാരിച്ച ഒരാളെന്ന നിലയിലും ഒട്ടനവധി വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാമായിരുന്നു, അതിനൊക്കെ മാഷ് പിശുക്ക് കാണിച്ചു എന്ന് ഒരു വേദിയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിലെ വേദനിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ചില അനുഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് സാമൂഹികമായി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ നമ്മളൊരു പേരിടുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എതിര് എന്നുള്ള പുസ്തകം തന്നെ ഇതിൽ ആദ്യം മുതലേ പരാമർശിക്കുന്നത്. കാരണം പേരിടുന്നത് സമൂഹത്തിലൊരു പ്രശ്നമായിരുന്നു മുമ്പ് കാലത്ത്. അതുകൊണ്ട് പേരിടുക എന്നുള്ളത് ഇന്നും പ്രശ്നമാണ്, ഇപ്പോഴും പ്രശ്നമാണ്. ഈ വർഷം, ഈ കഴിഞ്ഞ മാർച്ചിൽ അവസാനിപ്പിച്ച അക്കാദമിക വർഷം എൻ്റെ മകൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി അവൻ്റെ പേരിൻ്റെ കൂടെ മേനോൻ കൂടി ചേർത്തു എന്ന് അവൾ വീട്ടിൽ വന്ന് പറയുകയാണ്. കാരണം തികച്ചും
ജാതിരഹിതമായും മതരഹിതമായും സർട്ടിഫിക്കറ്റിൽ ഇത് രേഖപ്പെടുത്താതെയും വളർന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ അവളുടെ ഒരു വിദ്യാർത്ഥിക്ക് പേര് മാറ്റിക്കൊടുക്കേണ്ടി വരുന്നത് ഇത് ചേർക്കാനാണ്. കാരണം 10ാം ക്ലാസ്സിൽ നിന്ന് ഇതൊക്കെ മാറ്റാനുള്ള അവസരം നമുക്കുണ്ടല്ലോ. അത് ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. അതുപോലെ ഈ രീതിയിൽ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്ന സാമൂഹികമായിട്ടുള്ള പേരുകളുടെ കാര്യത്തിൽ, പേരുകളുടെ കൂടെ ചേർക്കുന്ന വാലുകളുടെ കാര്യത്തിൽ, അതിലെ മതനിരപേക്ഷം എന്ന് പറയുന്നതും അല്ലാത്തതുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ, അത് ഈ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഏതെങ്കിലും രീതിയിൽ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന ഒരു തോന്നലിലാണ് ഈ പുസ്തകം പൊതുവേ ഞാൻ രചിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഞാൻ അതിൻ്റെ ആവിഷ്കാര ശ്രമം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഞാൻ എഴുതിയതോടുകൂടി, പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതോടുകൂടി എനിക്കിതിലുള്ള എന്നുള്ളത് വളരെ കുറവാണ്. അത് ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇതിനെ ഒരുപാട് തരത്തിൽ പൂരിപ്പിക്കാൻ കഴിയും, കൂട്ടിച്ചേർക്കാൻ കഴിയും, വിമർശിക്കാൻ കഴിയും. അങ്ങനെ തീർച്ചയായും ഏത് രചനയും പോലെ മറ്റൊരു ആഖ്യാനം മാത്രമാണ് എൻ്റെ ആത്മകഥ. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ആത്മകഥ ഇങ്ങനെയൊന്നും കേരളത്തിൽ സ്വീകരിക്കപ്പെടുന്നു. കാരണം നമ്മളിപ്പോൾ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഇതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അംബേദ്കറും മാർക്സും. പക്ഷേ അത് ഒരു പക്ഷേ 500-1000 കോപ്പിയായിരിക്കും വിൽക്കുക. പക്ഷേ ഇത് ഇത്രയും കോപ്പി വായിക്കുന്നത് ഒരു പക്ഷേ വ്യക്തിപരമായി ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു താല്പര്യം പൊതുവേ ഇന്ന് സമൂഹത്തിനുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വിൽക്കപ്പെടുന്നത് നോവലുകളും അതുപോലെ തന്നെ ആത്മകഥകളുമാണ്. പക്ഷെ അങ്ങനെ വിൽക്കപ്പെടാനുള്ള ഒരു ഡിഗ്നിറ്ററിയോ അല്ലെങ്കിൽ ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരാളോ ഒരു പ്രശസ്തനോ ഒന്നുമല്ല ഞാൻ. ഒരു സിനിമാ നടനോ നടിയോ അല്ലെങ്കിൽ ആ രീതിയിലൊരു വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയോ ആണെങ്കിൽ തീർച്ചയായും അത് ആ രീതിയിൽ വിൽക്കപ്പെടാം. പ്രത്യേകിച്ച് ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ സൈദ്ധാന്തികമായോ ദാർശനികമായോ മാർക്സിസ്റ്റ് സൈദ്ധാന്തിക പരിസരങ്ങളിൽ നിന്നുകൊണ്ടോ ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അതിന് താരതമ്യേന വലിയ വായനക്കാരില്ലാത്ത, പ്രത്യേകിച്ച് പൊതുമണ്ഡലത്തിൽ അത്രമാത്രം സ്വീകരിക്കപ്പെടാത്ത രചനകളാണ്. എന്നിട്ടും ഈ ആത്മകഥ ഇത്രമാത്രം വായിക്കപ്പെട്ടെങ്കിൽ, ഇപ്പോൾ തന്നെ വായിക്കപ്പെട്ടെങ്കിൽ എനിക്കത് വല്ലാത്ത ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരുപാട് രചനകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, 10-25 പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം വന്ന ശേഷം പല ഭാഗത്തു നിന്നും എനിക്കറിയാത്ത ആളുകൾ വിളിക്കുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോലും ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഓൺലൈനിൽ നടക്കുകയുണ്ടായി. അതിൽ ഞാൻ പങ്കെടുത്തു. ഇതിനോടുള്ള ചില വിമർശനങ്ങൾ രേഖപ്പെടുത്തിയ ആളുകളുണ്ട്. ഇതിനോട് വലിയ രീതിയിലുള്ള യോജിപ്പ്, ഈ രീതിയിലാണ് ആത്മകഥ രചിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രമാത്രം ആളുകളിലേക്ക് ഇത് എത്തി എന്നുള്ളത് ഇപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സംതൃപ്തിയും ഒരു തരത്തിലുള്ള ആത്മവിശ്വാസവും നൽകിയാണ്. നമ്മൾ ജീവിത സായാഹ്നത്തിൽ തിരിഞ്ഞു നോക്കുന്നത് ഇനി അധികം ദൂരം മുന്നോട്ടില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ അങ്ങനെ അധികം ദൂരം മുന്നോട്ടേക്ക് സഞ്ചരിക്കാനില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരിക്ക് പറ്റിയ ഒരു സംഭവം, ഇപ്പം നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും, പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ, എൻ്റെ പൊതുമണ്ഡലത്തിലുള്ള, ഇപ്പോൾ ശോഭാഷിയുടെ പറഞ്ഞതുപോലെ 1981 ഞങ്ങൾ കണ്ടുമുട്ടി അന്ന് മുതൽ സൗഹൃദം സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം ഞങ്ങൾ രണ്ടാളും അവിടുത്തെ കോളേജ് അധ്യാപക സംഘടനയുടെ പ്രവർത്തകരായി എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പ്രസിഡൻ്റാവും, അദ്ദേഹം സെക്രട്ടറി ആയിരിക്കും, ഞാൻ സെക്രട്ടറി ആവും, അദ്ദേഹം പ്രസിഡൻ്റാവും. പിന്നെ യൂണിവേഴ്സിറ്റി പോയപ്പോൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ നിരന്തരം സംഘടനാ പ്രവർത്തനത്തിലൂടെ വരികയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ ഇതാ നോക്ക് വില്ലൻ പോകുന്നു എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഇപ്പം മനുഷ്യൻ്റെ ആത്മബോധത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ അന്തസ്സിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു ദൈക്ഷണിക വൃത്തം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും കരുതുന്നത് ഈ പറയുന്ന ജാതി ബ്രാഹ്മണ്യത്തിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഹെജിമണിക്കായിട്ടുള്ള
മൂല്യവ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ RLV രാമകൃഷ്ണൻ അധിക്ഷേപിച്ചപ്പോൾ എത്ര കറുത്ത വിദ്യാർത്ഥികൾ. ഞാനൊരു കോളേജിൽ ചോദിച്ചു, അവിടെ ഇരിക്കുന്ന പകുതിയിലധികം കുട്ടികൾക്കും നല്ല കറുപ്പാണ്. ഞാൻ ചോദിച്ചു, എല്ലാ കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചോ? നിങ്ങളെപ്പോലെ ഇതുള്ള ഗാന്ധിക്ക് പോലും ഈ വർണ്ണവിവേചനം നേരിട്ടു എന്നുള്ളത്, അതിനെയൊക്കെ മറ്റ് കാരണങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകാനുള്ളൊരു സന്ദർഭം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഒരു മനുഷ്യനിലുണ്ടാക്കുന്ന വേദന, ആ മനുഷ്യനിലുണ്ടാക്കുന്ന മുറിവ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, ഇത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാംസ്കാരിക ഇവിടമാണ് നമ്മൾ വികസിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ആ ഇടം കൊണ്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനം? നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിലെ PhDക്ക് വന്നിട്ടുള്ള കുട്ടിയെ അധിക്ഷേപിച്ചപ്പോൾ മരണം മാത്രമല്ല, മരണം ഒന്നുമില്ല, ഒരു മരണമായതുകൊണ്ട്, ഒരു ആത്മഹത്യ ആയതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും എന്നെങ്കിലും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അല്ലാതെ മനുഷ്യരെ വാക്കുകൾ കൊണ്ട് നിരന്തരം വേദനിപ്പിക്കുന്നു എന്നുള്ളത്. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞ് നിർത്താം. ഞാൻ എൻ്റെ മകളുടെയൊക്കെ കൂടെ പഠിച്ചിട്ടുള്ള നല്ല ബുദ്ധിയുള്ള നല്ല മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി, വീട്ടിലൊക്കെ വരുന്നവരാണ്. അവൻ പിന്നെ ഡോക്ടറായി, വിദഗ്ധ ഡോക്ടറായി, PG ഒക്കെ എടുത്തിട്ട് ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുക. അപ്പോൾ അവനെ പറ്റിയൊക്കെ ഞങ്ങൾ വീട്ടിലിങ്ങനെ പറയും. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ചോദിച്ചു, അവനിപ്പോൾ ഏത് ആസ്പത്രിയിലാണ്? അപ്പോൾ അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. എന്താ അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയത്? അവന് ഇനിയും ഒരുപാട് സാധ്യത ഗവൺമെൻറ് സർവീസിൽ ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചോ പറഞ്ഞത്, അവിടെ അവനെ സംവരണക്കാരനായി മുദ്ര കുത്തപ്പെടുകയും അവനെന്തോ ആനുകൂല്യം പറ്റി, അർഹിക്കാത്ത ആനുകൂല്യം പറ്റി ഡോക്ടറായി എന്ന് പറയും. ഏത് +2 പഠിക്കുന്ന കാലത്ത് നിരന്തരം വീട്ടിൽ വരുന്ന, എനിക്ക് വളരെ അടുത്തറിയാവുന്ന, വീട്ടിൻ്റെ ഒരു ഭാഗം പോലെ ജീവിച്ച അത്രമാത്രം ദൈക്ഷണിക ശേഷിയുള്ള ഒരു കുട്ടി പോലും അവൻ അവർണ വിഭാഗത്തിൽപ്പെടുന്ന ആണെങ്കിൽ, വിത്തിൻ കോട്ട് അസ്പൃശ്യ വിഭാഗങ്ങളിൽ പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ, ഇപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ അവർ പരിഹസിക്കപ്പെടുമ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ ഇവിടുത്തെ, അതുകൊണ്ടാണല്ലോ ഈ ബ്ലാക്സ് എന്ന് പറയുന്ന ഷെനയുടെ നാടകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ നാടകം കളിക്കണമെങ്കിൽ അവിടെ ഒരു വെള്ളക്കാരനെങ്കിലും വേണം. ഒരു വെള്ളക്കാരനെയും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു വെള്ളക്കാരൻ്റെ കോലമെങ്കിലും ഉണ്ടാക്കി അവിടെ മുന്നിൽ വെക്കണം. കാരണം ഇത് അവരോടാണ് പറയേണ്ടത്, ഈ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരോടല്ല, പരിഹസിക്കപ്പെടുന്ന മനുഷ്യരോടല്ല, മറിച്ച് ഈ നിരന്തരം പരിഹസിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ഈ കുത്തുവാക്കുകൾ നിരന്തരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടാണ് എൻ്റെ ഈ നാടകം വാസ്തവത്തിൽ പറയേണ്ടത്. അതുകൊണ്ട് വെള്ളക്കാർക്ക് മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാടകം അവതരിപ്പിക്കാവൂ എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രസിദ്ധനും കുപ്രസിദ്ധനുമായ ഷെനെ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത്, നമ്മളിപ്പോഴും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ കോളേജിലെ നിതിൻ രാജി എന്ന് പറയുന്ന കുട്ടിയെ പരിഹസിക്കുമോ? അവിടെ എത്രയോ അധ്യാപകരില്ലേ, ഒരു 14,000 രൂപയല്ലേ നമുക്ക് കൊടുക്കാം എന്ന് പറയാൻ 10 അധ്യാപകരില്ലാത്ത, എല്ലാ അധ്യാപകരും അവിടെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഒരു RLV രാമകൃഷ്ണൻ പരിഹസിക്കുമോ ഈ കേരളത്തിലെ പൊതു തെരുവുകളിൽ ഇനി ഇവിടെ ഇതുപോലെ വർണ്ണവിവേചനം പറയാൻ ഒരാളും രംഗത്ത് വരരുത് എന്ന് പറയാത്തത്? അതുകൊണ്ട് ഒരു പോക്കർ അനുഭവിച്ച വേദന എന്നതല്ല ഇതിലെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രമേയം. മറിച്ച് ഇപ്പോഴും ജാതി അധിക്ഷേപത്തിനും പേരധിക്ഷേപത്തിനും മറ്റ് രീതിയിൽ പല രീതിയിലും മനുഷ്യർ നിരന്തരം വിവേചനപരമായി അടയാളപ്പെടുത്തുകയും സംബോധന ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്ന, മനുഷ്യൻ്റെ അന്തസ്സിനെ മാനിക്കാത്ത ഒരു പൊതുബോധ നിർമ്മിതി ഈ പുരോഗമന കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശ്യാംകുമാർ പറഞ്ഞ പോലെ ഇതിൽ ചില പേരുകൾ പറയേണ്ടി വന്നത് അവർ പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. ആ പുസ്തകം ഇവിടെ ഒരുപാട് ആളുകൾ വായിച്ചാണ്, കൈരളി ബുക്സാണ് പ്രസിദ്ധീകരിച്ചുള്ളത്, ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചാണ്. പക്ഷേ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ ഈ സുഹൃത്തുക്കൾ ആരും ഒരു ലേഖനം ഇതിനു വേണ്ടി എഴുതിയില്ല. എല്ലാ KEനും പോക്കറൊന്നും ഈ രീതിയിൽ പടയോട്ടക്കാരൊന്നും അല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയാമോ? ആ ലേഖനത്തിൽ അവർ പറയുന്നത് EMS ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർ ഇത്രയും ഈ ക്രൂരമായി പൈശാചികമായി ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ള രീതിയിലാണ്. കാരണം പടയോട്ടം എന്ന് പറഞ്ഞ് ഇവിടെ ചിത്രീകരിച്ച പോലെ. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വ്രണം, വാസ്തവത്തിൽ അത് വായിച്ച ആളുകൾ തന്നെയായിരിക്കണം ഈ നമ്മൾ പറയല്ലോ ഈ അടയാളപ്പെടുത്തി വെക്കുകയെന്ന്. സിഖുകാരെ മുഴുവൻ കൊല ചെയ്യുമ്പോൾ
അവിടെ ഡൽഹിയിൽ ചെയ്തത് സിഖുകാരുടെ വീട് അടയാളപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് സിഖ് അല്ലാത്ത ചില വീടുകൾ, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹം പഞ്ചാബിലുള്ള ബ്രാഹ്മണനായിരുന്നു, മരിച്ചുപോയി, സത്യവി ഗൗതം. അപ്പോൾ അത് ഞാൻ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹത്തിനെ ഒഴിവാക്കുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യുക എന്നത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ സിഖുകാർ മാത്രമാണ് താമസിക്കുന്നത്. പക്ഷേ പഞ്ചാബി ആയതുകൊണ്ട് സത്യവി ഗൗതം അവിടെ ഉണ്ട്, പക്ഷേ അയാളെ കൊല്ലേണ്ടതില്ല എന്നാണ് അവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം ഒരു ഫിലോസഫി പ്രൊഫസർ കൂടിയായതുകൊണ്ടും കവിയായതുകൊണ്ടും ഞങ്ങൾ ഒന്നിച്ച് ചില സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുകയും ഒന്നിച്ച് ഒരേ മുറിയിൽ താമസിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് യാദൃശ്ചികമായി പല ചർച്ചകൾ നടത്തുമ്പോൾ പറഞ്ഞ ഒരു സംഭവമാണത് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതും ദീർഘകാലം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും തുറന്നു പറയുകയും ചെയ്യുവാൻ എല്ലാ സുഹൃത്തുക്കളും ജാതി മതഭേദമന്യേ രംഗത്ത് വരുന്ന ഒരു കാലം ഉണ്ടായാൽ മാത്രമേ കേരളം നമ്മുടെ സാംസ്കാരികമായി എപ്പോഴെങ്കിലും മുന്നോട്ട് പോയി എന്ന്, അല്ലെങ്കിൽ എത്രയെങ്കിലും അഭിവൃദ്ധിപ്പെട്ടു എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഇതിന് ഭാഗമായതിലും ഈ സമയം അത്രയും ഇവിടെ ചെലവഴിച്ചതിലും ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.